മാനസിക നില തെറ്റി വീട് വിട്ടിറങ്ങിയ ശിവപെരുന്നാൾ തുളസി 2 വർഷത്തിനു ശേഷം തന്റെ പ്രിയപ്പെട്ടവരെ നേരിട്ട് കണ്ടു. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള വീരവനെല്ലൂർ സ്വദേശിയായ ശിവപെരുന്നാൾ തുളസി എന്ന ഒറ്റക്കൈ മാത്രമുള്ള ആൾ 2 വർഷം മുമ്പാണ് മാനസിക നില തെറ്റി വീട്ടിൽ നിന്നും കാണാതാകുന്നത്. പിന്നീട് വീട്ടുകാർ അദ്ദേഹത്തെ തിരയുകയായിരുന്നു. 10 മാസങ്ങൾക്ക് മുമ്പ് എങ്ങനെയോ കൊല്ലം ജില്ലയിൽ എത്തിപ്പെടുകയും മാനസിക നില തെറ്റി തെരുവിലലയുകയും വാഹനങ്ങൾക്ക് മാർഗതടസ്സം ഉണ്ടാക്കുകയും ചെയ്ത ഇയാളെ പിന്നീട് പോലീസ് പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശനെയും ബാബുവിനെയും ഏൽപ്പിക്കുകയുമായിരുന്നു. ഇവർ ഇദ്ദേഹത്തെ താൽക്കാലികമായി കരുനാഗപ്പള്ളി വവ്വാക്കാവിൽ പ്രവർത്തിക്കുന്ന കണ്ണകി ശാന്തി തീരത്തിൽ എത്തിച്ചു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതുമൂലം ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കണ്ടെത്താൻ അന്ന് കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശും ശ്യാം ഷാജിയും കണ്ണകി ശാന്തി തീരത്തിലെത്തിയപ്പോൾ ഇദ്ദേഹവുമായി സംസാരിക്കുകയുണ്ടായി. തുടർന്ന് കന്യാകുമാരിയിലെ വീരവനെല്ലൂർ സ്വദേശിയാണ് താനെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകർ വീരവനെല്ലൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന്റെ ചിത്രവും അയച്ചു നൽകി. ഉടൻ തന്നെ തമിഴ്നാട് പോലീസ് ചിത്രം അവിടുത്തെ ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയായിരുന്നു. 2 മണിക്കൂറിനുള്ളിൽ തന്നെ ബന്ധുക്കൾ ഈ ചിത്രം കണ്ട് തിരിച്ചറിയുകയും ചെയ്തു. ഞായറാഴ്ച രാവിലെ 11 മണിയോടുകൂടി ഭാര്യയും മക്കളും സഹോദരനും അടങ്ങുന്ന കുടുംബം കൊല്ലത്തെത്തി. അവരെ കാത്ത് ജീവകാരുണ്യ പ്രവർത്തകരും എത്തിയിരുന്നു. തുടർന്ന് കണ്ണകി ശാന്തി തീരത്തിലെത്തി ബന്ധുക്കൾ ശിവപെരുമാളെ കണ്ടു. മക്കളും ഭാര്യയും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ശിവപെരുമാളെ ആലിംഗനം ചെയ്തതും വാരിപ്പുണർന്നതും. കണ്ണകി ശാന്തി തീരത്തിന്റെ നടത്തിപ്പുകാരി ജയശ്രീ അമ്പാടി, മാനേജർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഇദ്ദേഹത്തെ ബന്ധുക്കൾക്ക് കൈമാറി. തുടർന്ന് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്ത ശേഷം തിരികെ നാട്ടിലേക്ക് മടങ്ങി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.